ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് പ്രേക്ഷകരോടൊപ്പം നമുക്ക് 2 ദിനങ്ങൾ ഒരു ധ്യാനത്തിലൂടെ കടന്നു പോകാം. ഈ ധ്യാനം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഭാരതത്തിലെ പ്രഥമ സന്യാസിനി വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിനൊരുക്കമായിട്ടാണ്. നമുക്കറിയാം, ഈ വർഷം ആഗോള സഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. ആ ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയത ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുവാൻ ക്ലാരമഠത്തിൽ ചേർന്ന നമ്മുടെ അന്നക്കുട്ടി അൽഫോൺസാമ്മ എപ്രകാരമാണ് ഈ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയതെന്ന് ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. പ്രിയമുള്ളവരെ, അസീസിലെ ഫ്രാൻസിസ് മരിച്ചിട്ട് 800 വർഷങ്ങളാവുന്നു. നമ്മുടെ അൽഫോൺസാമ്മ മരിച്ചിട്ട് 80 വർഷവും. നമുക്ക് ഈ ദിനങ്ങളിൽ അൽഫോൺസാമ്മയെ കൂടുതൽ സ്നേഹിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒപ്പം അൽഫോൺസാമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ ജീവിതങ്ങളെ സ്നേഹത്തിലൂടെ, സഹനത്തിലൂടെ, വിശുദ്ധിയിലൂടെ നിത്യജീവനിലേക്ക് എത്തിച്ചേർക്കുവാൻ നമുക്ക് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകാം. പരിശുദ്ധാത്മാവാണ് നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമാ നിറയേണമേ. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമാ നിറയേണമേ. ആത്മാവിനാലേ ഉറക്കൂട്ടണേ, ആത്മാവിൻ ജ്വാലയാ നിറയേണമേ. പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ ആഗ്രഹത്തോടെ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ദൈവത്തെ പ്രകീർത്തിക്കുവാൻ തുടങ്ങും, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ശക്തിയോടെ, മടിയില്ലാതെ, ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും നമുക്ക് പ്രശ്നമാക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ ശുശ്രൂഷയിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിൽ നൽകിയ ആത്മാവിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. കാരണം സ്തുതിക്കുമ്പോൾ നമ്മുടെ സ്നേഹം കൂടുതൽ വളർന്നു പന്തലിക്കും. സ്തുതിക്കുമ്പോൾ നമ്മുടെ സഹനം കൂടുതൽ മാധുര്യമായി മാറും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശുദ്ധി വളരും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിത്യതയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം നമ്മൾ അനുഗ്രഹമുള്ളവരായിത്തീരും. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഇരുത്തിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളില. അൽഫോൺസാമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരങ്ങളടിച്ച് നിങ്ങൾ എവിടെയായിരുന്നോളട്ടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാം. സഹനത്തിൻ്റെ തീച്ചൂളയിൽ, എരുത്തിയിൽ വീണിട്ടും അൽഫോൺസാമ്മ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു.
എൻ്റെ ഈശോയെ, എൻ്റെ സ്നേഹമേ, എൻ്റെ സർവസ്വമേ എന്ന് നമുക്കും ആ ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കരങ്ങൾ കൈത്താളത്തോടെ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. സന്തോഷത്തോടെ ജീവിതത്തിലെ വേദനകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ അവയെല്ലാം ഈശോയോട് ചേർത്ത് ആരാധിച്ചാൽ അവയെല്ലാം അനുഗ്രഹമായി മാറും. അൽഫോൻസാമ്മ അപ്രകാരമായിരുന്നു. അത്രമാത്രം വേദനകൾ, സഹനങ്ങൾ, രോഗങ്ങളുണ്ടായിട്ടും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അതൊന്നും പിൻവലിക്കുവാൻ അൽഫോൻസാമ്മ അനുവദിച്ചില്ല. അവയെല്ലാം ആരാധനയാക്കി മാറ്റി. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാകാം, കഷ്ടപ്പാടുണ്ടാകാം, ആഗ്രഹിച്ചതൊക്കെ നേടാൻ കഴിയാത്തതിൻ്റെ നിരാശയുണ്ടാകാം. എന്തായിക്കൊള്ളട്ടെ, എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചോ. അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ വലിയ വിടുതൽ സംഭവിക്കും. ആരാധിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിത്തിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതൊത്തിയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളില. വീഴുന്നതൊത്തിയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളില. താളത്തോടെ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, സഹനങ്ങൾ, വേദനകൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ സഹനങ്ങളോട് ചേർത്ത്, ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് പിതാവായ ദൈവമേ അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവയൊക്കെ അനുഗ്രഹമാക്കണമേ, കൃപയായി മാറ്റണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. എരിത്തിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളില. കരങ്ങളുമായി വിടരും ഹൃദയ സുമങ്ങളുമായി എരിയും കൈ
തിരിനാളം പോലെ അമ്മേ തനയർ പ്രാർത്ഥിപ്പൂ, നിൻ മഹിമകൾ പാടി പ്രാർത്ഥിപ്പൂ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, നമുക്കൊരു വചനചിന്തയിലേക്ക് പ്രവേശിക്കാം. അല്പസമയം നമ്മുടെ ജീവിതത്തെ ഒന്ന് ധ്യാനിക്കാം. അൽഫോൻസാമയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചില ചിന്തകളോടുകൂടി അല്പസമയം നമുക്കായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. വീണ്ടും യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 4:10, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്തു. ആരൊക്കെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നോ അവരൊക്കെ സഹിക്കുവാനായിട്ടുള്ള ഒരു വിളി ഏറ്റെടുക്കുകയാണ്. ദൈവം നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാണ് തൻ്റെ പുത്രനെ സഹിക്കാനായിട്ട് വിട്ടുകൊടുത്തത്. അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അൽഫോൻസാമ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പ്രതിഫലമാണ് അൽഫോൻസയുടെ ജീവിതത്തിൽ കടന്നു വന്ന സഹനങ്ങൾ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള നമ്മളൊക്കെ സഹിച്ചിട്ടുള്ളവരാ. ആരെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നുവോ അവരിൽ നിന്ന് ചില സഹനങ്ങളുണ്ടാകും. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. പലപ്പോഴും പലരും പറയും, അച്ഛന്മാർക്കും സന്യസ്തർക്കും ഒക്കെ എന്ത് നോക്കാനാ, എല്ലാവർക്കും നല്ല സന്തോഷമില്ല, അവർക്കൊരു കുഴപ്പമില്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെ സന്തോഷവും, കാരണം എപ്പോഴും അവരെ കാണുമ്പോൾ പുഞ്ചിരിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന സഹനങ്ങൾ അൽഫോൻസാമയെ പോലെ അത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സമർപ്പിതരെ, സന്യസ്തരെ, വൈദികരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് വൈദികരും സന്യസ്തരും അറിയാതെ ചിന്തിച്ചു പോകും, ദൈവമേ ഞങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ സഹിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതം നോക്കിയേ, കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ, വളരെ സന്തോഷം, ഹാപ്പി ആയിട്ട് അവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു, മറ്റുള്ള വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്നു, വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. അല്ല പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സഹിക്കാത്ത ആരും തന്നെ ഇല്ല. വ്യത്യസ്തങ്ങളായ രീതിയിൽ സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ, മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അവയെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു, ആ സഹനങ്ങളെ നിങ്ങളോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാണ് ആ സഹനങ്ങൾ അനുഗ്രഹമായി മാറുന്നതും ആ സഹനങ്ങൾ നഷ്ടമായി മാറുന്നതും. വിശുദ്ധരൊക്കെ തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ, സ്നേഹിച്ചത് കൊണ്ട് ലഭിച്ച സഹനങ്ങളെ അത് ദൈവീക പദ്ധതിയായി അവർ കണ്ടു. അൽഫോൻസാമ അങ്ങനെയായിരുന്നു. സഹനങ്ങളെ ദൈവീക പദ്ധതിയായി കാണാൻ ഒരു തുറവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 1:21 പൗലോസ്ലീഹ ഇത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നുപോയത് ഈശോയെ സ്നേഹിച്ചതാ. എല്ലാറ്റിനുപരിയായി എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമെന്ന് പറഞ്ഞ പൗലോസിനെ പോലെ അൽഫോൻസാമയും പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. അതുകൊണ്ട് അൽഫോൻസാമ ആ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ആ സഹനങ്ങൾ അൽഫോൻസാമയെ പരാജയപ്പെടുത്തിയില്ല, നിരാശയിലേക്ക് ആഴ്ത്തിയില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് ധ്യാനിക്കാം പ്രിയമുള്ളവരെ. യേശുവിൻ്റെ വചനം, യേശു നമ്മളോട് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 10:38, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ കുരിശുകളുണ്ടാകും, സഹനങ്ങളുണ്ടാകും. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സഹനം ഒരു അവകാശമാണ്, സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അവകാശമാണ്.
ആ അവകാശത്തെ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിച്ചാൽ അനുഗ്രഹമുണ്ടാകും. വ്യത്യസ്തങ്ങളായ രീതിയിൽ സഹിക്കുന്ന മനുഷ്യരെ കാണാം. ബാഹ്യമായി സഹിക്കുന്നവരുണ്ടാകാം. അവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ബാഹ്യമായി ഫിസിക്കൽ സഹനങ്ങൾ, ബാഹ്യമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ കാണുന്ന സഹനം പെട്ടെന്ന് നമുക്ക് കാണാം. പക്ഷേ ആന്തരികമായി സഹിക്കുന്നവരുണ്ട്. ഇൻറ്റേർണലി, മെൻ്റലി, മാനസികമായി സഹിക്കുന്നവരുണ്ട്. ആത്മീയമായി സഹിക്കുന്നവരുണ്ട്. സ്പിരിച്വൽ സഫറിങ്സ്. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ, ഈശോയെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ ഈ സഹനങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ആ സഹനങ്ങളൊക്കെ അനുഗ്രഹമായി തീർന്നു. സഹനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം അവർക്കുണ്ടായപ്പോൾ സ്നേഹിക്കുക എന്നത് സഹിക്കുക എന്നതാണ്. ഒന്നാമത് നമ്മളത് തിരിച്ചറിയണം. മക്കബേക്കാരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 7 മക്കളും അമ്മയും ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഫാദർ ഡാമിയൻ സഹനങ്ങളെ, കാരണം കുഷ്ഠരോഗികളോടുള്ള സ്നേഹം അദ്ദേഹത്തെ മൊളോക്കോ ദ്വീപിലേക്ക് എത്തിക്കുന്നു. അവിടെ അദ്ദേഹവും കുഷ്ഠരോഗിയായിട്ട് അവസാനം മാറുകയാണ്. ആ സഹനങ്ങളൊന്നും അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയില്ല. നമ്മൾ കാണുന്നു വീണ്ടും അൽഫോൻസാമയുടെ ജീവിതം ഈശോയെ പ്രണയിച്ച ഒരു ജീവിതമായിരുന്നു. ഈശോയെ സ്നേഹിക്കണം. കുഞ്ഞുനാൾ മുതലേ ഈ ഒരു താല്പര്യമാണ്. എൻ്റെ ജീവിതം, എൻ്റെ വിശുദ്ധി, എൻ്റെ സ്നേഹം എൻ്റെ ഈശോയ്ക്കുള്ളതാണ്, മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. അൽഫോൻസാമയുടെ സൗന്ദര്യം കണ്ട് ഒത്തിരി പേര് വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചു വന്നപ്പോഴൊക്കെ ആ സൗന്ദര്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റുമെന്നറിഞ്ഞപ്പോൾ അവൾ എരിതീയിൽ എടുത്തു ചാടി. ആ സഹനം ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, അൽഫോൻസാമയുടെ ആ വെല്ലുവിളി സ്നേഹിക്കുക, സഹിക്കുക എന്നതാണ്. സഹനം മനുഷ്യൻ്റെ നിസ്സാരതയെയും ദൈവത്തിൻ്റെ കാരുണ്യത്തെയും പഠിപ്പിക്കുകയാണ്. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയണം നമ്മുടെ നിസ്സാരതയാണ്. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രയോ നിസ്സാരരാണെന്ന് പഠിപ്പിക്കും സഹനം. സഹനമൊരു പാഠപുസ്തകമാണ്. സഹനമൊരു വിദ്യാലയമാണ്. വിശുദ്ധരൊക്കെ അങ്ങനെയാണ്. സഹനത്തിൻ്റെ വിദ്യാലയത്തിൽ, ആ സഹനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അവർ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുവാൻ അവർ തയ്യാറായി. നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ വ്യത്യസ്തങ്ങളായ സഹനങ്ങളിലൂടെ പോകുമ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം. നമ്മുടെയൊക്കെ സഹനങ്ങളാണ് നമ്മുടെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് ആശ്രയിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നത്. മറ്റൊന്ന്, സഹനങ്ങൾ ദൈവമഹത്വം വെളിപ്പെടുത്തും. ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധനായ ഒരു മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായത് എന്തുകൊണ്ടാ? ജീവിതത്തിൽ വേദനകൾ, സഹനങ്ങൾ പാപത്തിൻ്റെ പരിണിത ഫലമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഈശോ പറയുകയാ, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുവാൻ ദൈവം അനുവദിക്കുന്നതാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ പ്രകടമാകുവാൻ ദൈവം ചില സഹനങ്ങൾ അനുവദിക്കും. സഹനങ്ങളുടെ മുമ്പിൽ ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ സഹനങ്ങളെ സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനോഭാവം നമ്മളിൽ രൂപപ്പെടും. വീണ്ടും നമ്മൾ സഹനങ്ങൾ വിശുദ്ധിയിൽ വളരുവാനും പാപത്തെ പരാജയപ്പെടുത്തുവാനും നമ്മളെ സഹായിക്കും. ചില സഹനങ്ങൾ അങ്ങനെയാണ്, വിശുദ്ധിയിൽ വളരുവാനായിട്ട് സഹായിക്കും. അൽഫോൻസാമയുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ശാരീരിക സഹനങ്ങളാണ്. അവസാന നാളുകളിൽ അൽഫോൻസാമയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു ദിവസം തന്നെ 40 തവണ അവൾ ഛർദ്ദിക്കുമായിരുന്നു എന്നാണ്. എത്രമാത്രം നമുക്കറിയാം. കുറച്ച് 2-3 തവണ ഛർദ്ദിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. എത്രമാത്രം സഹനങ്ങളുടെ ആ അനുഭവങ്ങളിലൂടെ അവൾ കടന്നുപോയിട്ടും ആ സഹനങ്ങൾ അവളെ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റിയില്ല, വിശുദ്ധിയിൽ നിന്ന് അവളെ അടർത്തി മാറ്റിയില്ല. നിത്യജീവനിൽ ഭാഗമാക്കാകുവാൻ അത് ആ സഹനം സഹായിച്ചു. ഇന്ന് അൽഫോൻസാമ്മ നിത്യതയിൽ എത്തിച്ചേരുവാൻ അവളുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും ഈ അവസ്ഥയിൽ എത്തിച്ചേരുവാനായിട്ട് നമ്മളതിനെ ഉപയോഗിക്കുവാനായിട്ട് കഴിയണം. തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 12 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന വിശ്വാസ ജീവിതം നയിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും, വേദനകളിലൂടെ കടന്നു പോകും, കുടുംബങ്ങളിൽ തന്നെ വിഷമങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അപ്പോഴൊന്നും നമ്മളെ ഈ സഹനങ്ങൾ പരാജയപ്പെടുത്തരുത്. പ്രിയമുള്ളവരെ, തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-4 നിങ്ങളുടെ
വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ അൽഫോൻസാമയോടൊക്കെ വളരെ താല്പര്യവും പ്രാർത്ഥനയും അൽഫോൻസാമയുടെ മാധ്യസ്ഥമൊക്കെ യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അഗസ്റ്റിൻ. 22 വയസ്സായിരുന്നപ്പോൾ അവൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. അതിനു മുമ്പ് അവൻ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയി. പ്രിയമുള്ളവരെ, അവൻ കായലിൽ അവൻ്റെ അപ്പനെ സഹായിച്ചിട്ട് കുളിക്കുവാനായിട്ട് കായലിൽ എടുത്ത് ചാടിയപ്പോൾ ഒരു മണൽപ്പുറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ചെന്ന് ഇടിച്ചു. അവൻ്റെ ശരീരം തളർന്നു കിടക്കുമ്പോഴും പ്രിയമുള്ളവരെ, അവനിൽ നിരാശയില്ലായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ വിശുദ്ധ കുരിശും ബൈബിളുമാണ്. അവൻ്റെ അടുക്കൽ അതുണ്ട്. അത് വെച്ച് അവൻ പ്രാർത്ഥിക്കും. അവനെ കാണാനായിട്ട് ഒരു ദിവസം ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ്: അച്ഛാ, എന്നെപ്പോലുള്ള എത്രയോ ചെറുപ്പക്കാർ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ജഡിക പാപങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ആ വിശുദ്ധി തകർന്ന് നിത്യമായ നാശത്തിൽ പോകാനായിട്ടുള്ള അവസ്ഥയിൽ എത്രയോ ചെറുപ്പക്കാരാണ് വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം എന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ എന്നെ ഈ 4 ചുവരുകൾക്കുള്ളിൽ പൊതിഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവൻ വീട്ടിലെ ആ 4 ചുവരുകൾക്കുള്ളിൽ കിടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഈ തിരിച്ചറിവുണ്ടായിരുന്നു. അൽഫോൻസാമയോടൊക്കെ പ്രാർത്ഥിക്കും. അൽഫോൻസാമയുടെ സഹനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അവൻ്റെ സഹനങ്ങളെ കർത്താവായ യേശുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് അവൻ വിശുദ്ധമായ ജീവിതം നയിക്കാൻ ആ സഹനങ്ങൾ അവനെ സഹായിച്ചു. അതേ പ്രിയമുള്ളവരെ, സഹനങ്ങൾ വിശുദ്ധിയിൽ വളരുവാനും പാപത്തെ പൂർണ്ണമായി അകറ്റി നിർത്തുവാനും നമ്മളെ സഹായിക്കും. വീണ്ടും തിരുവചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സഹനങ്ങൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മെ സഹായിക്കും. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ദയയുടെ, ക്ഷമയുടെ, നന്മയുടെ, ആത്മസംയമനത്തിൻ്റെ ഫലങ്ങൾ സഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് കടന്നു വരും. ആ സഹനങ്ങൾ ദൈവത്തോട് ചേർത്ത് വെച്ച് സഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഫലങ്ങൾ പൊട്ടിമുളയ്ക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 2 ഈശോ പറയുന്നു, കൂടുതൽ ഫലം നൽകുവാൻ ഞാൻ നിങ്ങളെ വെട്ടിയൊരുക്കും. ഫിലിപ്പിയുടെ ലേഖനം 1-ാം അധ്യായം 29, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ. സഹനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനും ശക്തിപ്പെടുത്തുവാനും നമ്മളെ സഹായിക്കും. സഹിച്ച വ്യക്തിക്ക് ഒരു വ്യക്തി കടന്നുപോയ അനുഭവങ്ങൾ ആ മറ്റൊരു വ്യക്തി അനുഭവിക്കുമ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു വേദനയിലൂടെ കടന്നുപോയ ആ ഒരു വ്യക്തിക്ക് സമാനമായ വേദനകളിലൂടെ കടന്നു പോകുന്നവരെ കൂടുതൽ അടുത്തറിയാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളെ ഒഴിവാക്കി സഹനമില്ലാത്ത ഒരു ജീവിതത്തിനായിട്ട് ഓടുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് കരുണയില്ല, കരുതലില്ല, സ്നേഹമില്ല. അൽഫോൻസാമയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചത് കൊണ്ട് അവൾ കടന്നുപോയ സഹനങ്ങൾ മറ്റുള്ളവരോട് കൂടുതൽ അലിവും കരുണയും കാണിക്കാൻ അൽഫോൻസാമയെ സഹായിച്ചു. വിശുദ്ധ അൽഫോൻസാമ പറയുന്നുണ്ട്, ഞാൻ കരുണയോടെ മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കും. കാരണം പുഞ്ചിരിക്കും. വേദനയിലൂടെ, പ്രയാസങ്ങളിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ഒരു ബലം കൊടുക്കുവാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചത് അവളുടെ ഈ സഹനങ്ങളോടുള്ള ഈ മനോഭാവങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മനോഭാവങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം. സഹനങ്ങൾ നമ്മെ നിത്യജീവിതത്തിൻ്റെ അവകാശികളാക്കി മാറ്റും. ഇന്ന് അൽഫോൻസാമ നിത്യതയിൽ ദൈവത്തോടൊപ്പമാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. നിത്യജീവൻ, മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും ഇതുതന്നെയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിലൂടെയൊക്കെ ഈശോ ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരായി വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ധ്യാനിച്ചത് ലഭിക്കുന്ന നിത്യതയെക്കുറിച്ച്. അൽഫോൻസാമ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ധ്യാനിച്ചത് നിത്യതയെയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബലം നൽകുന്നത് നിത്യതയിലുള്ള പ്രത്യാശയാണെന്ന് മറന്നു പോകരുത്. അൽഫോൻസാമയുടെ അതേ സഹനങ്ങളിലൂടെ കടന്നുപോയ അനേകരിന്ന് ഈ കാലഘട്ടത്തിലുണ്ട്.
നമ്മളോടൊപ്പമൊക്കെ ജീവിക്കുന്ന അനേകർ ഇന്ന് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കാണുമ്പോൾ ആ സഹനങ്ങളൊക്കെ ദൈവത്തിൻ്റെ ശാപമാണെന്ന് കരുതി നമ്മൾ അവരെ തള്ളിക്കളഞ്ഞിട്ട് എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അവരുടെ സഹനങ്ങളാണ് ഇന്ന് അനേകരുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്നത്. അജന എന്ന പെൺകുട്ടി, അവൾ അൽഫോൻസാമയെ സ്നേഹിച്ച കുട്ടിയാണ്. ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെൺകുട്ടിയാണ്. അൽഫോൻസാമയെ പോലെ തന്നെ ഈശോയെ പ്രണയിച്ച ഒരു പെൺകുട്ടിയാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ അജന ജോർജ്. അവള് ഈശോയെ അധികം സ്നേഹിച്ചത് കൊണ്ട്, അൽഫോൻസാമയെ പോലെ ഈശോയെ അധികം സ്നേഹിച്ചത് കൊണ്ട് പിന്നെ അവൾ ഒരു ക്യാൻസർ രോഗിയായിട്ട് മാറുകയാണ്. ശരീരം മുഴുവനും ചീഞ്ഞഴിഞ്ഞ വികൃതമായ ആ രൂപത്തിലേക്ക് എത്തുമ്പോഴും അവൾ ഈശോയെ പ്രണയിച്ചുകൊണ്ടിരുന്നു, അൽഫോൻസാമ പ്രണയിച്ചതുപോലെ. അവളുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അവൾ അൽഫോൻസയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അൽഫോൻസാമ കടന്നുപോയ സഹനങ്ങൾ ഈ അജനയ്ക്ക് ഒരു ബലം നൽകിയിട്ടുണ്ടെന്ന് അവളുടെ ജീവിതം അടുത്തറിയാവുന്നത് കൊണ്ട് എനിക്ക് പറയാനാകും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സഹനങ്ങൾ നമ്മളെ തോൽപ്പിക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. സഹനങ്ങൾ നമ്മളെ വിശുദ്ധിയിൽ വളർത്തും. ആ വിശുദ്ധിയാണ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. സ്നേഹിക്കുന്നവരൊക്കെ സഹിക്കുന്നവരാണ്. ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവർ സഹനത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ ശുശ്രൂഷയിൽ ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളോട് ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോടെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസ്തയോടെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിതഫലം നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സഹനങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തരുത്. അൽഫോൻസാമയുടെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അൽഫോൻസാമ പറഞ്ഞതുപോലെ, അജന ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ അൽഫോൻസാമയെ പോലെ അനേകര് തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ വിശുദ്ധിക്ക് വേണ്ടിയും നിത്യജീവന് വേണ്ടിയും അവർ അതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ ദിനത്തിൽ ഒരു ചിന്ത കൂടെ നൽകിക്കൊണ്ട് ഈ വചന ചിന്ത പൂർത്തീകരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹിക്കുന്നവരാണ് എല്ലാവരും. എപ്രകാരമാണ് സഹനത്തെ മനോഹരമാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ചില ചിന്തകൾ പറഞ്ഞതെന്ന് ഈ വചനചിന്ത അവസാനിപ്പിക്കാം. സഹനങ്ങളുടെ മേഖലകളിൽ പ്രിയമുള്ളവരെ, സഹനം നമ്മളെ പരാജയപ്പെടുത്താതിരിക്കണമെങ്കിൽ, സഹനം നമ്മുടെ ജീവിതത്തെ നിരാശയിലേക്ക് കൊണ്ടിടാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു 4-5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്നാമത്, ദൈവകരങ്ങളിൽ നിന്ന് സഹനങ്ങളെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ദൈവകരങ്ങളിൽ നിന്ന് ജീവിതത്തിൽ എന്ത് സഹനങ്ങൾ വന്നോട്ടെ, അത് ദൈവകരങ്ങളിൽ നിന്ന്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ബോധ്യത്തോടെ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ സഹനം ഭാരമല്ലാതായി തീരും. സഹനം നമ്മളെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല. അൽഫോൻസാമ ജീവിതത്തിലുണ്ടായ എല്ലാ സഹനങ്ങളെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. രണ്ടാമത്, സഹനത്തിന് കാരണക്കാരായവരോട് നമ്മൾ ക്ഷമിക്കണം, അവരോട് പകയുണ്ടാകരുത്. സഹനത്തിന് കാരണമാകുന്ന ചില സാഹചര്യങ്ങൾ, വ്യക്തികളുണ്ടാകാം. മനുഷ്യജീവിതത്തിൽ സഹനങ്ങൾ പല രീതിയിൽ കടന്നു വരും. പ്രിയമുള്ളവരെ, അതിന് കാരണമാകുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും പരാതി പറഞ്ഞ് വെറുപ്പ് വച്ചുകൊണ്ട് നമ്മളിരുന്നാൽ ആ സഹനങ്ങൾ നമ്മളെ വിഷമിപ്പിക്കും, നമ്മളെ അസ്വസ്ഥതയിലേക്ക് നയിക്കും, നിരാശയിലേക്ക് നയിക്കും. മറിച്ച് ആ സഹനത്തിന് കാരണമായ വ്യക്തികളോടും സാഹചര്യങ്ങളോടും നിരൂപാധികം ക്ഷമിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അനുഗ്രഹമായി മാറും. മൂന്നാമത്, സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നിശബ്ദത പാലിക്കാൻ നമുക്ക് സാധിക്കണം. 1000 ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉയർത്താം, മറ്റുള്ളവരോട് ആക്രോശിക്കാം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം. പക്ഷേ ഇതൊന്നും നമ്മളെ അനുഗ്രഹിക്കില്ല. സഹനത്തിൻ്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ നിശബ്ദതയിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന സങ്കീർത്തനത്തിൻ്റെ ആ വചനം തിരിച്ചറിഞ്ഞ് ഒന്ന് ശാന്തമായി നിന്നാൽ മതി. നാലാമത്, സഹനങ്ങളുടെ നിമിഷങ്ങളിൽ കുരിശിലേക്ക് നോക്കണം. കാൽവരിയിലെ കുരിശിലേക്ക്. അൽഫോൻസാമ്മ കരങ്ങളിൽ എപ്പോഴും ബൈബിളും കുരിശും ജപമാലയും അൽഫോൻസാമ്മയുടെ ബലമായിരുന്നു. സഹനങ്ങളുടെ നിമിഷങ്ങളിൽ കുരിശിലെ ഈശോയിലേക്ക് നോക്കുവാനും പരിശുദ്ധ അമ്മയോടൊപ്പം രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് അതിനുത്തരം കണ്ടെത്താനും ശ്രമിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28 വചനം പറഞ്ഞുകൊണ്ട്
ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വന്ന സഹനങ്ങൾ, ദൈവസ്നേഹത്തെ പ്രതി നീ മറ്റുള്ളവരെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വന്ന സഹനങ്ങൾ, അത് നിന്നെ വിശുദ്ധിയിലേക്കും നിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിലേക്കും അത് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ആ സഹനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കണം. പ്രിയമുള്ളവരെ, അൽഫോൻസാമ്മ പറയുന്നുണ്ട്, കഷായം നൽകുന്ന കർത്താവ് തന്നെ പഞ്ചസാരയും നൽകും. എത്ര രസകരമായിട്ടാണ് അൽഫോൻസാമ്മ ഈ വാക്യം പറയുന്നത്. കാരണം കഷായം തരുന്ന, സഹനം ഒരു കഷായമാണ്. കഷായം തരുന്ന ദൈവം തന്നെ, കർത്താവ് തന്നെ പഞ്ചസാര നൽകും. നമ്മൾ കാണുന്നില്ലേ ചില അമ്മമാര് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാനായിട്ട്, കഷായം കൊടുക്കാനായിട്ട് കുട്ടി ഭയങ്കര മൽപ്പിടുത്തമായിരിക്കും. പക്ഷേ ഈ കഷായം കൊടുത്തിട്ട് ഉടനെ തന്നെ പഞ്ചസാര കൊടുക്കും. പ്രശ്നം തീർന്നു, കുട്ടി സന്തോഷമായി. സഹിക്കാൻ എനിക്കിഷ്ടമാണ്, കുരിശ് തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്. അൽഫോൻസാമ്മയുടെ വാക്കുകളാണ്. സഹിക്കാൻ എനിക്കിഷ്ടമാണ്, കുരിശ് തന്നുകൊണ്ടാണ് ഈശോ സ്നേഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മിഴികളൊന്ന് അടച്ചേ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എളിമയോടെ നമ്മുടെ ജീവിത ഭാരങ്ങൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ നമ്മളെ നിരാശപ്പെടുത്താനല്ല, ആത്മാർത്ഥതയോടെ സ്നേഹിച്ചാൽ സഹനങ്ങളുണ്ടാകും, കുരിശുകളുണ്ടാകും. ആ സഹനങ്ങൾ നമ്മളെ വിശുദ്ധിയിലേക്ക് വളർത്തും. ഇന്ന് നമ്മൾ ശ്രവിച്ചത്, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു സഹനവും നീ ചെറുതായി കണ്ട് അതിനെ നിസ്സാരപ്പെടുത്തി അതിനെ വിലയില്ലാതാക്കി മാറ്റരുത്. ചെറിയ സഹനം പോലും വലിയ മഹത്വത്തിലേക്ക് നമ്മളെ നയിക്കും, നമ്മുടെ ജീവിത വിശുദ്ധിയിലേക്ക്. വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയിൽ വളരുവാൻ, ആ വളർച്ച നിത്യതയിലേക്ക് നമ്മളെ പറന്നുയരുവാൻ നമ്മളെ സഹായിക്കും. അൽഫോൻസാമ്മ ഇന്ന് കൂടുതൽ സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഇന്നവൾ ദൈവത്തെ ആരാധിക്കുന്നു, സന്തോഷവതിയാണ്. ദൈവത്തെ ആരാധിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. സ്വർഗത്തിലിരുന്ന് ഈ ഭൂമിയിൽ സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി, അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ ബലപ്പെടുത്തണമേ. സഹനത്തിൻ്റെ മൂല്യം, സഹനത്തിൻ്റെ മാധുര്യം, സഹനത്തിൻ്റെ വില ദൈവമേ അവർക്ക് നീ ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് അൽഫോൻസാമ്മ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നൊമ്പരങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, സഹനങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. ഈശോ നമ്മളെ തൊടും, അവൻ നമ്മളെ സൗഖ്യപ്പെടുത്തും. നിനക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരം അവൻ നിന്നിൽ ഇട്ടു തരില്ല. നിനക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരം നിന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ വഹിക്കുവാൻ, അവൻ അത് താങ്ങുവാൻ നിന്റെ കൂടെ ഉണ്ടാകും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചവൻ നമ്മുടെ സഹനങ്ങളെ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നവനല്ല. പലപ്പോഴും പലരും പറയാറുണ്ട്, ക്യാൻസർ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ കാണുമ്പോൾ ദൈവത്തിന് കണ്ണില്ലേ? എന്തേ ദൈവം ഇത് അനുവദിക്കുന്നു? ചില നീതിയോടെ ജീവിച്ചിട്ട്, വിശുദ്ധിയോടെ ജീവിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവകാശരായി മാറുന്നവർ, നിന്ദിക്കപ്പെടുന്നവർ, അന്യായമായി കുറ്റം വിധിക്കപ്പെടുന്നവർ, ജയിലുകളിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്നവർ, പ്രിയമുള്ളവരെ, അവരെയൊക്കെ നോക്കി നമ്മൾ പല്ലിളിക്കുമ്പോൾ, അവരുടെ നേരെ വിരൽ ചൂണ്ടി അവരുടെ സഹനങ്ങളെ കണ്ട് നമ്മൾ മാനുഷികമായി ചിന്തിച്ച് അവരെ കുറ്റം വിധിക്കുമ്പോൾ നീ തിരിച്ചറിയണം, നീ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. സഹനങ്ങളുടെ ചൈതന്യം എന്താണെന്ന്, സഹനത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. സഹനങ്ങൾ അനേകരെ വിശുദ്ധീകരിക്കുവാനാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ ലോകത്തെയും നമ്മയെയും വിശുദ്ധീകരിക്കുവാൻ കൂടി അത് ഉപകരിക്കുന്നുണ്ടെന്ന് നീ മറന്നു പോകരുത്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താതിരിക്കാം. നമുക്ക് ആരുടെയും ജീവിതത്തിൽ സഹനങ്ങൾ കൊടുക്കാതെ സ്വാഭാവികമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാം. സ്നേഹത്തോടെ ദൈവത്തോട് ചേർത്ത് വെച്ച് അൽഫോൻസാമ്മ ചെയ്തതുപോലെ നമുക്ക് അവയെ മൗക്തീകരിക്കാം. ആരാധനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. വായൻ സ്നേഹമേ
വായൻ ജീവനേ ഓ സ്ഥിരൂപനേ ആരാധന 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 കണ്ണീർ തുടയ്ക്കാൻ വരണേ മുറിവുണക്കാൻ നീ വരണേ കണ്ണീർ തുടയ്ക്കാൻ വരണേ മുറിവുണക്കാൻ നീ വരണേ ഭാരങ്ങളെല്ലാം തോളോടു ചേർക്കാൻ ആശ്വാസമായി നീ വരണേ ഭാരങ്ങളെല്ലാം തോളോടു ചേർക്കാൻ ആശ്വാസമായി നീ വരണേ ആരാധന 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 നമ്മുടെ വേദനകൾ ഭാരങ്ങളെല്ലാം ആരാധന ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് ആരാധിച്ച് പാടാം. ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേക്ക് നമ്മുടെ മിഴികൾ ഉയർത്താം. ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ കർത്താവായ ഈശോ നമ്മുടെ കണ്ണുനീരും നൊമ്പരങ്ങളും നമ്മുടെ വേദനകളും ഭാരങ്ങളും സ്നേഹിച്ചതുകൊണ്ടും ജീവിതത്തിൽ വന്ന സഹനങ്ങളും എല്ലാം ഏറ്റെടുത്ത് നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുവാൻ ഇതാ ഈശോ നമ്മുടെ മുന്നിലുണ്ട്. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, എൻ്റെ കണ്ണുനീർ ആരും അറിയുന്നില്ല എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. നിന്റെ കണ്ണീർ കാണുന്ന ഒരു കർത്താവുണ്ട്. ആ ഈശോയാണ് ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. സഹനത്തിലൂടെ കടന്നു പോകുന്നവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴുമ്പോൾ ആ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്നേഹിച്ചതുകൊണ്ട് നീ അലച്ചിലുകളിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ അലച്ചിലുകൾ എണ്ണിയ ഒരു കർത്താവ് ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിലും 35-ാം തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണ്. യേശു കരഞ്ഞു, യേശു കണ്ണീർ പൊഴിച്ചു. യേശു സ്നേഹിച്ച ലാസറിന്റെ ശവകുടീരത്തിന്റെ മുമ്പിൽ വന്ന് യേശു കണ്ണീർ പൊഴിച്ചു. സ്നേഹിക്കുന്നവരുടെ കണ്ണുകളിൽ നിന്ന് സഹനത്തിന്റെ കണ്ണീര് വീഴും. അതേ പ്രിയമുള്ളവരെ, നീ തിരിച്ചറിയണം, നിന്നോടൊപ്പം കരയുന്ന ഒരു ദൈവമുണ്ട്, നിന്നോടൊപ്പം സഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് 4-ാം അധ്യായം 14 നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ കൊലപാതകം ചെയ്ത കായൻ
ആബേലിനെ കൊന്നപ്പോൾ ദൈവം കായലിന്റെ മുന്നിൽ വരുന്നുണ്ട്. കായൽ, നിന്റെ സഹോദരന്റെ രക്തം വീണ ഭൂമി നിന്റെ രക്തത്തിനായി വാവിളർന്നിരിക്കുന്നു. നീ അലഞ്ഞു നടക്കും, നീ പരദീശയായിരിക്കും, കാണുന്നവരൊക്കെ നിന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ആ കൊലപാതകിയോട് ദൈവം പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അവൻ അനുതാപത്തോടെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, കാണുന്നവരെല്ലാം എന്നെ ഇനി കൊല്ലുമോ? ദൈവം കരുണയുള്ളവനാണ്. പാപിയെ, അനുതപിക്കുന്ന പാപിയെ, മാനസാന്തരപ്പെടുന്ന പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം കൊലപാതകിയെയും കരുണയോടെ കരുതുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവൻ്റെ നെറ്റിയിൽ ദൈവം ഒരു അടയാളം ചാർത്തിയിട്ട് പറഞ്ഞു, കായേൽ, ആരും നിന്നെ ഉപദ്രവിക്കില്ല. അതെ, അങ്ങനെയുള്ള ഒരു ദൈവം നമുക്ക് കൂടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരമ്മയും കുഞ്ഞും കരയുന്നത്. ഹാഗാറും ഇസ്മയിലും മരുഭൂമിയിൽ ജലം കിട്ടാതെ ഹാഗാർ തൻ്റെ കുഞ്ഞിൻ്റെ ആ കരച്ചിലിൻ്റെ മുമ്പിൽ ആ കുഞ്ഞിനെ മരുഭൂമിയിൽ ഒരിടത്ത് നിർത്തി വച്ചിട്ട് അവൾ തിരിഞ്ഞു നിന്നു. കുഞ്ഞിൻ്റെ മരണം കാണാൻ കഴിയാതെ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ മുമ്പിൽ ആ കുഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ വെള്ളം കിട്ടാതെ മരിക്കുമെന്ന് ഹാഗാറിനറിയാം. അവൾ കരയാൻ തുടങ്ങി, ദൈവത്തെ വിളിച്ച് കരയാൻ തുടങ്ങി. വചനം പറയുകയാണ്, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ആരൊക്കെ ഈ ഭൂമിയിൽ കരയുന്നുണ്ടോ അവരുടെ കണ്ണുനീരും കരച്ചിലും കേൾക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ഈശോയുണ്ട്. നമ്മുടെ ദൈവം കരയുന്നവന്റെ കണ്ണീർ തുടയ്ക്കുന്നവൻ. ഉൽപ്പത്തി പുസ്തകം 27 ഇസഹാക്കിന്റെ മകൻ ഏസാവ് കരയുന്നത് നമ്മൾ കാണുന്നില്ലേ? അനുഗ്രഹം തട്ടിയെടുത്ത യാക്കോബിനെ ഓർത്ത് ഏസാവ് കരയുന്നുണ്ട്. തനിക്ക് ലഭിക്കേണ്ട ഈ ജ്യേഷ്ഠൻ എന്നുള്ള ആ കാരണത്താൽ ലഭിക്കേണ്ട ആ ബ്ലെസ്സിങ്സ് മുഴുവനും ഏസാവ് ചതിയിൽ ഏസാവിന് നഷ്ടപ്പെടുകയാണ്. ഏസാവിന് ലഭിക്കേണ്ട അനുഗ്രഹം മുഴുവനും യാക്കോബ് തട്ടിയെടുത്തു. പിതാവായ ഇസഹാക്കിന്റെ അടുക്കലേക്ക് ഏസാവ് വന്ന് കരയുകയാണ്, അപ്പാ, ഒരു അനുഗ്രഹം പോലുമില്ല. ഉൽപ്പത്തി പുസ്തകം 27:38 എൻ്റെ പിതാവേ, ഒറ്റ വരമേ അങ്ങയുടെ പക്കലുള്ളൂ, എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് ഏസാവ് പൊട്ടിക്കരഞ്ഞു. ഏസാവിനോടും യാക്കോബ് ഇസഹാക്ക് കരുണ കാണിക്കുന്നുണ്ട്. കരയുന്ന ഏസാവിനെ ആശ്വസിപ്പിച്ച് അവനെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ പൂർവ്വപിതാവായ ജോസഫ് എത്രയോ വട്ടം കരഞ്ഞിട്ടുണ്ട്. സ്നേഹിച്ചതുകൊണ്ട് മാത്രം സഹനങ്ങളിലൂടെ ജീവിതം യാത്ര ചെയ്ത ജോസഫ് സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിൽ എറുത്തെടുത്തപ്പോൾ ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. പൊത്തീഫറിന്റെ ഭാര്യ കഥ പനഞ്ഞ് ജോസഫിനെ കുടുക്കിയപ്പോൾ ജോസഫ് ജയിലിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, അവസാനം തൻ്റെ പ്രിയ സഹോദരങ്ങള് തൻ്റെ മുമ്പിൽ ഭക്ഷണത്തിനായി വന്നു നിൽക്കുമ്പോഴും ജോസഫ് പൊട്ടിക്കരയുന്നു. ആ കരച്ചിൽ അവർ കാണാതിരിക്കുവാൻ, തൻ്റെ സഹോദരങ്ങൾ കാണാതിരിക്കുവാൻ ജോസഫ് മാറി നിന്ന് കരയുന്നു. കരയുന്നവരുടെ കൂടെ ദൈവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1 സാമുവേൽ 1:10 ഹന്നായും കരയുന്നുണ്ട്. മറ്റുള്ളവരുടെ കളിയാക്കലുകൾ, മറ്റുള്ളവരുടെ നിന്ദ അപമാനങ്ങൾ മൂലം ഹന്നയും കരഞ്ഞു. ദാവീദ് എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 56:8 അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സങ്കീർത്തനം വീണ്ടും 42:3 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. സഹിക്കുന്നവരെ നോക്കി ചിലരൊക്കെ ചോദിക്കാറില്ലേ, എവിടെ ദൈവം? രോഗങ്ങളിലൂടെ, ക്യാൻസറിന്റെ മാരക രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുമക്കളെ നോക്കി അനേകർ ചോദിക്കാറില്ലേ, എവിടെ ദൈവം? പ്രിയമുള്ളവരെ, തിരിച്ചറിയണം,
ദൈവം അവരുടെ കൂടെയുണ്ട്. അവരോടൊപ്പം നിന്ന് ദൈവം അവരുടെ സഹനങ്ങളിൽ പങ്കാളിയാവുകയാണ്. ഈ ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ. നമ്മുടെ പാപങ്ങള്, നമ്മുടെ അപരാധങ്ങള്, നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്നേഹമില്ലാത്ത ജീവിതം, ഇന്ന് അനേകര് സഹനങ്ങളിലൂടെ അതിന് പരിഹാരം ചെയ്യുകയാണ് ഈശോയുടെ പീഡാസഹനങ്ങളോടൊപ്പം. സഹനങ്ങൾ സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹിക്കുന്നവർക്കേ സഹിക്കാനാവൂ. ഈ സഹനം അവരെ വിശുദ്ധീകരിക്കുന്നു. മറ്റുള്ളവരെയും അത് വിശുദ്ധീകരിക്കുവാൻ അത് കാരണമാകുന്നു. ജോബിന്റെ പുസ്തകം 16:20, സ്നേഹിതർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണീർ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഈ ശുശ്രൂഷയിൽ, ഈ ആരാധനയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, പ്രിയമുള്ള മകനെ, മകളെ, സഹോദര, സഹോദരി, അപ്പ, അമ്മ, നിങ്ങൾ സഹിക്കുന്നവരാണോ? ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ സഹനങ്ങളൊന്ന് സമർപ്പിച്ചേ, വേദനകൾ സമർപ്പിച്ചേ. സ്നേഹിച്ചതുകൊണ്ട് വേദനകളിലൂടെ, കണ്ണീരിലൂടെ പോയിട്ടുള്ള നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് ഇന്ന് സൗഖ്യപ്പെടുത്തും, വിശുദ്ധീകരിക്കും, അനുഗ്രഹിക്കും. സഹനത്തിൻ്റെ അർത്ഥം ഇന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇരുകരങ്ങളും ഈ വിശുദ്ധ കുർബാനയിലെ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് ഈശോയേ എന്നൊന്ന് വിളിച്ചോ. ഈശോയേ, 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 ഈശോയേ. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ സഹനങ്ങളെ, വിശുദ്ധ അൽഫോൻസാമ കടന്നുപോയ സഹനങ്ങളോട് ചേർത്ത് ഈ ആരാധനയിൽ പങ്കെടുത്ത് ഞങ്ങളും ഇതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഗാനത്തിന്റെ ഈരടിയിലൂടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമ്മളോടൊപ്പം നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കൂടെ ഒരു കർത്താവുണ്ട്. കഷായം തന്നാലും മധുരം നൽകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം ഈശോ തൻ്റെ സ്നേഹം സഹനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നുവെന്ന് അൽഫോൻസാമ്മയും പറയുന്നു. നമുക്ക് ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ എല്ലാ സഹനങ്ങളും സമർപ്പിച്ച്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമ്മളെ നിരാശപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളെയും സംഭവങ്ങളെയും ഈശോയുടെ മുമ്പിൽ കൊടുക്കുക. സഹനത്തിൻ്റെ അർത്ഥമറിയാതെ നമ്മുടെ സഹനങ്ങളെ നമ്മൾ പഴിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത വേദനകളും ഭാരങ്ങളും ഒറ്റപ്പെടലുകളും നമ്മളെ നിരാശയിലേക്കും നമ്മളെ ഒറ്റപ്പെടലിലേക്കും നമ്മളെ തന്നെ വെറുക്കുവാൻ, ദൈവത്തെ വെറുക്കുവാനും അതൊക്കെ കാരണമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാനുഷിക കാഴ്ചപ്പാടുകൾ, മാനുഷിക മനോഭാവങ്ങൾ, സഹനത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിൽ അവയെല്ലാം ഇറക്കി വയ്ക്കുക. എല്ലാറ്റിനും അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. സഹിക്കുന്നവൻ ദൈവത്തോടൊപ്പമാണ് സഹിക്കുന്നത്. നീ മനസ്സിലാക്കണം, നിന്നോടൊപ്പം സഹിക്കുവാൻ കർത്താവ് നിന്റെ കൂടെ കടന്നു വരും. ഇറങ്ങി വരുന്നവൻ, അതെ, നിലവിളിക്കുന്നതിൻ്റെ അരികിലേക്ക് അടുത്തു വരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. വഹിക്കാനാവാത്ത ഭാരമാണെങ്കിൽ നീ ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ എന്ന്. അവൻ നിന്നെ ശക്തിപ്പെടുത്തും, അവൻ നിന്നെ ബലപ്പെടുത്തും.
ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ എല്ലാ വേദനകള്, ഭാരങ്ങള്, രോഗങ്ങള്, സഹനങ്ങള്, നമ്മുടെ കണ്ണുനീര് വീഴുവാൻ കാരണമായ സാഹചര്യങ്ങൾ, വ്യക്തികളെല്ലാം ഈ ദിവ്യകാരണ ഈശോയുടെ മുമ്പിലേക്കൊന്ന് സമർപ്പിച്ചോ. കർത്താവേ, നീ എല്ലാം അറിയുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ നീ ഞങ്ങളെ അറിയുന്ന ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്റെ കരങ്ങളാണ് ഈ ഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്. ഇന്നോളം നടന്നു നീങ്ങിയ ജീവിത വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളൊരു സത്യം തിരിച്ചറിയുന്നു. നീ താങ്ങിയത് കൊണ്ട് ഞങ്ങൾ നിന്നു. അതേ കർത്താവേ, നീയാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തിയത്. നീയാണ് ഞങ്ങളെ താങ്ങിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച വേദനകള്, ഭാരങ്ങള്, ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിലും നീയാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തിയത്. നീയാണ് ഞങ്ങളെ താങ്ങിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, നിന്റെ കരുതലാണ്, നിന്റെ സ്നേഹമാണ്, നിന്റെ സൗഖ്യമാണ് ഈ ജീവിതമെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതിയ പല അവസരങ്ങളിലും നീ ശക്തിയായി, നീ ഒരു ഉദ്ധാരകനായി, നീ ഒരു രക്ഷകനായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന അനുഭവങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നിന്റെ കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. നീ സഹിക്കുന്നവരുടെ കൂടെ ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. വിശുദ്ധരൊക്കെ സഹിച്ചതാണല്ലോ. വിശുദ്ധ അൽഫോൻസാമ്മ കടന്നുപോയ സഹനങ്ങളിലും ഈ അൽഫോൻസാമ്മയെ ശക്തിപ്പെടുത്തിയത് എൻ്റെ ഈശോയെ ഈ വിശുദ്ധ കുർബാനയിലെ നിന്റെ സാന്നിധ്യം തന്നെയാണല്ലോ. അൽഫോൻസാമ്മ ഈ വേദനകളും സഹനങ്ങളും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ആ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ശക്തി നേടിയതുപോലെ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് അവയെ അതിജീവിക്കുവാൻ, അവയെ ശക്തിപ്പെടുത്തി വിശുദ്ധിയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിങ്ങളുടെ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുക. നിങ്ങളായിരിക്കുന്ന ഭവനം, കുടുംബ ബന്ധങ്ങൾ, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുവകകൾ എല്ലാം കർത്താവ് തൻ്റെ തിരുരക്തത്താൽ ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തം നമ്മുടെ ഭവനങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ അവിടുന്ന് വർഷിക്കട്ടെ. ഈശോയോട് പ്രാർത്ഥിക്കുക. എല്ലാവരും ജൂലൈ മാസം തിരുരക്തത്തിൻ്റെ മാസം കൂടിയ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ആ തിരുരക്തത്തിൻ്റെ ഒരു അഭിഷേകം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സഹന അനുഭവങ്ങളിൽ ഈശോയെ നീ ഒഴുക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ സൽപ്രവൃത്തികൾ അവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അലച്ചിലുകളും നമ്മുടെ കണ്ണീരും അവൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം. സാധിക്കുന്നവർക്ക് മുട്ടുകുത്താം. മുട്ടുകുത്താൻ കഴിയാത്തവര് കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ഈശോയെ നോക്കി ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതി സ്നേഹമേ, ആരാധന സ്തുതി സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.